ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ പരിപാടി ഉണ്ടല്ലോ, ക്ലേ വെച്ചിട്ടാണ് കേട്ടോ. ക്ലേ വെച്ചിട്ട് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാം. ഡെസ്ക് ഡെക്കോറൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കലണ്ടറും കൂടിയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി വയ്ക്കാമല്ലോ. ഞാനിപ്പോൾ ക്ലേ നന്നായി കുഴച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് അധികം വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. തുടക്കത്തിൽ ഇത് നമുക്ക് പാക്കായിട്ട് കിട്ടുമ്പോൾ തന്നെ ഇങ്ങനൊരു നനവുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. ആ ഒരു നനവിൽ തന്നെ നമ്മൊന്ന് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കും. ഒരുപാട് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കില്ല. പിന്നെ ഒരുപാട് വെള്ളമായി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും കേട്ടോ, ഞാൻ എന്താ ഇങ്ങനെ ക്ലേ കുഴച്ചെടുക്കണേന്ന്. എനിക്ക് കൈൻ്റെ വിരലുകൾ വെച്ചിങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ളത് പറ്റൂല. അപ്പോൾ ഞാൻ കൈൻ്റെ ഉൾഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണത്. നമ്മൾ ഒരു കലണ്ടർ ഉണ്ടല്ലോ, ഒരു മുയലിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്യണത്. ഞാനിപ്പോൾ ആദ്യം തന്നെ മുയലിൻ്റെ ഒരു ഫേസ് ഹെഡ് പോർഷനാണ് കേട്ടോ ചെയ്യണത്. ഞാനൊരു മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടല്ല കേട്ടോ ഉണ്ടാക്കണത്. ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു ഇത് വെച്ച് ഉണ്ടാക്കി പോവാണ്. ഞാനിപ്പോൾ ഇതേപോലെ ചെറിയൊരു ബോൾ ഷേപ്പ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്തത് നമ്മളിപ്പോൾ എടുത്ത ഒരു ക്ലേ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു അളവിൽ ക്ലേ എടുത്ത് ഇതേപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഹെഡിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഇതായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാനിട്ട് ചെയ്തത്. ഇപ്പം ഞാൻ 2 പീസ് ക്ലേ എടുത്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മുയലിൻ്റെ ചെവി നമ്മൾക്ക് വെച്ച് കൊടുക്കണം ഇനി. അപ്പോൾ ഞാൻ 2 ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാണ് കേട്ടോ കൊടുക്കണത്. ഇനി ഞാൻ പിന്നെയും കുറച്ച് ക്ലേ എടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. മുയലിൻ്റെ കാലായിട്ട് തോന്നാനാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഞാനിത് ചെയ്യണത് രാത്രി ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രാത്രിയും ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാനിപ്പോൾ സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ആ ഒരു ഷേപ്പിനെ ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. വീഡിയോ ഞാൻ നല്ല സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ കാണിക്കണത്. ഞാൻ നല്ല സ്ലോവിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുയലിനെ പെയിൻ്റ് അടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഫസ്റ്റ് ബേസ് കോട്ട് അടിച്ച് വെക്കുന്നുണ്ട്. ഞാനിവിടെ വൈറ്റ് കളറ് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ബേസ് പെയിൻ്റ് അടിച്ചെടുക്കണത്. നമ്മളാ ഒരു വൈറ്റ് കളറ് നല്ലൊരു ബ്രൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ലെയർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ ഒരു മുയലിനെ കലണ്ടറാക്കി മാറ്റണമല്ലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 ക്യൂബ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുമല്ലാണ് കേട്ടോ നമ്മൾ നമ്പേഴ്സും മാസങ്ങളൊക്കെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് നമ്മളുടെ മുയലിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് പിങ്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തെടുക്കണത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എല്ലാതും സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ ആ ക്യൂബ്സിനും ക്യൂബോർഡിനൊക്കെ പിങ്ക് കളർ കൊടുത്തതിന് ശേഷം നമ്പേഴ്സും മന്ത്സും ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഡെസ്ക് കലണ്ടർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻ്റായിട്ടും അറിയിക്കണേ. പിന്നെ നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.